നമസ്കാരം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗങ്ങളെക്കുറിച്ചിട്ടാണ്. 22 ഭാഗങ്ങളാണുള്ളത്. 22 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗം പറയുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചിട്ടാണ്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഈസി ആയിട്ട് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് ചാടിപ്പോകാൻ കഴിയില്ല. കാരണം അതായത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ്. പണ്ട് ഭരണഘടനാ നിർമ്മാണ സമയത്ത് അന്നൊരു ചർച്ച ഉണ്ടായിരുന്നു, ഫെഡറൽ സ്റ്റേറ്റുകളാക്കിയാലോ എന്നുള്ളത്. എന്നാൽ അംബേദ്കർ വ്യക്തമായിട്ട് പറഞ്ഞു അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ബെറ്റർ. കാര്യം അത് മറ്റൊരു സമയത്ത് ഒരു സംസ്ഥാനത്തിന് ഇവിടെ നിന്നും വിടുതൽ പ്രാപിച്ചു പോകാനായിട്ടുള്ള അധികാരം നൽകുന്നില്ല. അപ്പോൾ ഒന്നാം ഭാഗത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഒന്നാം ഭാഗം 4 ആർട്ടിക്കിളുകളാണ് ഉള്ളത്, 4 വകുപ്പുകളുണ്ട്, 4 അനുച്ഛേദങ്ങളുണ്ട്. ഇതാണ് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രഭരണ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അവയുടെ പേരും സവിശേഷതകളും ഒക്കെ പറയുന്നത്. അടുത്തത് ആദ്യം നമുക്ക് ആർട്ടിക്കിൾ 1 കുറിച്ച് പറയാം. ആർട്ടിക്കിൾ 1 പ്രകാരം ഭാരതം എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അത് വളരെ വ്യക്തമാണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഭാരതം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനമല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അത് വ്യക്തമാണ്, അത് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 2 പറയുന്നത് പാർലമെൻറ്റിന് പുതിയ സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ ഉണ്ടാക്കുന്നതിന് കഴിയും. അതിന് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം മാത്രം മതി. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് പുതിയ സംസ്ഥാനങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നമുക്കറിയാം. അതേപോലെ തന്നെ ജമ്മു കാശ്മീരിനെ 2019 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും ചെയ്തു. ആർട്ടിക്കിൾ 3 ശരിക്കും അതായത് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അതിർത്തി മാറ്റുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ പേരുകൾ മാറ്റുന്നതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരണം ആർട്ടിക്കിൾ 3 വളരെ വ്യക്തമായിരിക്കുക. ആർട്ടിക്കിൾ 4 ഒരു സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെയോ അതിർത്തി മാറ്റിയാൽ അല്ലെങ്കിൽ പുതിയതായിട്ട് നിർമ്മിച്ചാൽ അതിനനുബന്ധിച്ച് നമ്മളുടെ ഷെഡ്യൂൾ നമുക്കറിയാം, 12 ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടികകളുണ്ട്. അതിൽ മാറ്റം വരുത്തുന്നതിനുള്ള അധികാരം ഇത് ആർട്ടിക്കിൾ 4 നൽകിയിരിക്കുന്നു. അപ്പോൾ ഒന്നാം ഭാഗം